മെയ് മാസത്തെ അടുത്ത പേപ്പർ വ്യൂ എത്തിയിരിക്കുകയാണ്. ക്ലാഷ് ഇൻ ഇറ്റലി 2026. സാധാരണയായിട്ട് എല്ലാവിധ ഷോകളും നമുക്ക് കാണുന്നത് പുലർച്ചെയാണല്ലോ. എന്നാൽ ഇത് ഇറ്റലിയിൽ വെച്ച് നടക്കുന്ന ഷോ ആയതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് രാത്രി 11:30 അതായത് മെയ് 31-ാം തീയതി ഞായറാഴ്ച രാത്രി 11:30 9:30 മുതൽ കിക്ക് ഓഫ് ഷോയും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ പഴയതുപോലെ കിക്ക് ഓഫ് ഷോയിൽ വലിയ അടിപൊളി മാച്ചുകളോ അല്ലെങ്കിൽ നല്ല കിടിലൻ മൊമെന്റുകളോ ഒന്നും തന്നെ ഉണ്ടാവാറില്ല. വെറുതെ കുറെ സംസാരങ്ങളും പിന്നെ ആർക്കും അറിയാത്ത ഏതെങ്കിലും രണ്ട് സൂപ്പർ സ്റ്റാർസ് തമ്മിൽ മത്സരിക്കുന്ന കാര്യവും മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഏതൊക്കെ മാച്ചുകളാണ് ഉള്ളതെന്ന് നോക്കിയാലോ. ക്ലാഷ് ഇൻ ഇറ്റലിയിലെ ആദ്യത്തെ മാച്ചായിട്ട് സ്റ്റാർട്ടിംഗ് മാച്ചായിട്ട് ഉറപ്പിച്ചു വെച്ചിട്ടുള്ളത് കോഡി റോഡ്സ് വേഴ്സസ് ഗുന്തർ തമ്മിലുള്ള അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള മാച്ചാണ്. റസൽമേനിയയിലും ഇതുപോലെ തന്നെയായിരുന്നു ഓബാഫെമി വേഴ്സസ് ബ്രോക്ക് ലെസ്നർ തമ്മിലുള്ള മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ബ്രോക്ക് ലെസ്നർ തോറ്റ് റിട്ടയർ ചെയ്തു എന്നുള്ള രീതിയിലുള്ള സ്റ്റോറി ലൈനുകളെല്ലാം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതിലും ഒരു സർപ്രൈസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും കോഡി റോഡ്സ് തോറ്റുകൊണ്ട് ഗുന്തർ ചാമ്പ്യനായി മാറുമെന്ന് തന്നെയാണ് 90% നമ്മൾ വിചാരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും കേൾക്കുന്നത് റാൻഡി ഓർട്ടോന്റെ ഒരു ഇടപെടൽ തന്നെയാണ്. റാൻഡി വന്നുകൊണ്ട് ആ ഒരു മാച്ചിൽ ഇന്റർഫിയർ ചെയ്യുകയും കോഡി റോഡ്സ് ആ ഒരു മാച്ചിൽ തോൽക്കുകയും അങ്ങനെ ഗുന്തർ ചാമ്പ്യനായി മാറുകയും ചെയ്യുമെന്ന് തന്നെ അറിയാൻ കഴിയുന്നുണ്ട്. അടുത്തതായിട്ട് റിട്ടയർ ചെയ്തു എന്നുള്ളത് നമ്മളെ എല്ലാവരെയും തന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്ന ബ്രോക്ക് ലെസ്നറിന്റെ മാച്ച്, ബ്രോക്ക് വേഴ്സസ് ഓബാഫെമി തമ്മിലുള്ള മാച്ച്. റിട്ടയർമെന്റിൽ നിന്നും തോൽക്കാൻ വേണ്ടി ബ്രോക്ക് തിരിച്ചു വരുമെന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു മാച്ചിൽ വിജയിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ബ്രോക്ക് ലെസ്നറിന് തന്നെയാണ്. പിന്നീട് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള മാച്ച് റോമൻ റെയിൻസ് വേഴ്സസ് ജേക്കബ് ഫാറ്റു തമ്മിലുള്ളത്. ട്രൈബൽ കോമ്പാറ്റ് മാച്ച് ആയിരിക്കും നടക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മാച്ചിൽ ആരാണ് വിജയിക്കുന്നത് അവർ ട്രൈബൽ ചീഫായി മാറും, അവർ ഹെഡ് ഓഫ് ദി ടേബിളായി മാറും. ജേക്കബ് ഫാറ്റു ട്രൈബൽ ചീഫായി മാറിയിട്ട് ഫാറ്റുവിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുമെന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ റോമൻ റെയിൻസ് തന്നെ റീറ്റെയിൻ ചെയ്യുമെന്ന് ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ പ്രഡിക്ഷൻസ് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുതേ.